അടിക്കടി അപകടമുണ്ടാകുന്ന പുനലൂർ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നടപടി. പ്രവേശന കവാടത്തിൽ ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കാൻ വീപ്പ നിരത്തി. എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അടിക്കടി അപകടമുണ്ടാകുന്ന പുനലൂർ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നടപടി തുടങ്ങിയത്. ഡിപ്പോയുടെ കവാടങ്ങൾ പരസ്പരം മാറ്റും. നിലവിൽ പ്രവേശിക്കുന്ന കവാടത്തിലൂടെ ബസ്സുകൾ പുറത്തേക്ക് പോകാനും പുറത്തേക്ക് പോകുന്ന കവാടത്തിലൂടെ ബസ്സുകൾ പ്രവേശിപ്പിക്കാനുമാണ് മുഖ്യ തീരുമാനം. ഡിപ്പോയുടെ പ്രവേശന കവാടത്തിൽ ഇക്കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 പേർ ബസ്സിനടിയിൽപ്പെട്ടിരുന്നു. ഇതിലൊരാൾ മരണപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. അടിക്കടി അപകടമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇവിടം ബ്ലാക്ക് സ്പോട്ടാക്കി സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിന് ഡിപ്പോ അധികൃതർ മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകിയിരുന്നു. ഇതുപ്രകാരം സ്ഥലപരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരാണ് പുതിയ പരീക്ഷണം നിർദ്ദേശിച്ചത്. ഇതിനിടെ ഡിപ്പോയുടെ പ്രവേശന കവാടത്തിൽ വീപ്പ് നിരത്തി ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഗതാഗതം നിയന്ത്രിക്കാൻ കവാടത്തിൽ ജീവനക്കാരനെയും നിയോഗിച്ചു. കവാടത്തോട് ചേർന്നുള്ള ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗും നിരോധിച്ചു. ദേശീയപാതയിൽ നിന്ന് താഴ്ചയിലേക്കുള്ള കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലേക്ക് ബസ്സുകൾ വളഞ്ഞു കയറുമ്പോൾ റോഡിലെ കാൽനട യാത്രക്കാർ ഡ്രൈവർമാരുടെ കാഴ്ചയ്ക്ക് പുറത്താകും എന്നതാണ് പ്രധാനമായും അപകടമുണ്ടാക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വിലയിരുത്തി. ഡിപ്പോയ്ക്ക് സമീപം ദേശീയപാതയിലെ സീബ്ര ലൈൻ തെളിക്കുന്നതും ദേശീയപാതയിൽ നിന്നും ഡിപ്പോയിലേക്ക് മുമ്പുണ്ടായിരുന്ന പടവുകൾ പുനഃസ്ഥാപിക്കുന്നതിനും ബസ്സുകളുടെ വേഗം കുറയ്ക്കാൻ ഡിപ്പോയുടെ 2 കവാടങ്ങളിലും ഹമ്പും കോൺവെക്സ് കണ്ണാടികളും സ്ഥാപിക്കുന്നതും അപകടം കുറയ്ക്കുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. നടപ്പാതയ്ക്ക് കൈവരി നിർമ്മിക്കാനും ജീവനക്കാരുടെ വാഹനങ്ങൾ ഡിപ്പോയ്ക്ക് പിന്നിലെ ശൗചാലയത്തിന് സമീപത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യാനും നിർദ്ദേശിച്ചു. ദീർഘനേരം നിർത്തിയിടുന്ന ബസ്സുകൾ ഡിപ്പോയിൽ സ്ഥലപരിമിതി ഉണ്ടാക്കുന്നുവെന്നും ഇവ പിൻഭാഗത്തേക്ക് നീക്കിയിട്ടാൽ അപകട സാധ്യത കുറയ്ക്കുമെന്നും കവാടത്തിൽ പ്രവർത്തിക്കുന്ന ക്യാന്റീൻ റോഡിന് അഭിമുഖമാക്കുന്നതിന് സ്ഥല സൗകര്യം ലഭ്യമാക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ GL റെജി, AMVIമാരായ ശ്രീപ്രസാദ്, പ്രശാന്ത്, പുനലൂർ ജോയിന്റ് RTO ഓഫീസിലെ AMVIS സിബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, പുനലൂർ.